ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 8 അധ്യായം 9 ഭഗവാൻ മോഹിനി മൂർത്തിയായി അവതരിക്കുന്നു എന്ന അധ്യായത്തിന്റെ ശ്ലോകം 28 നോക്കാം. ഏവം സുരാസുരഗണ സമദേശകാല ഹേതു അർത്ഥ കർമ്മ മദയോ അഭിഫലേ വികൽപ തത്രാമൃതം സുരഗണഫലമഞ്ജസ അപൂർ യത്പാദ പങ്കജ രജശ്രയാണന്ന ദൈത്യ. അതായത് ദേവന്മാർക്കും അസുരന്മാർക്കും കാലദേശങ്ങളും കാരണവും ലക്ഷ്യവും കർമ്മവും അഭിലാഷവും എല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിലും ദേവന്മാർക്ക് ഒരു ഫലവും അസുരന്മാർക്ക് മറ്റൊരു ഫലവും ലഭിച്ചു. എന്തായിരിക്കും അതിന് കാരണം? ശരിക്കും പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും ഒരച്ഛൻ്റെ തന്നെ മക്കളാണ്. പക്ഷേ അമ്മമാരാണ് രണ്ടായിട്ടുള്ളത്. അതായത് ദിതിയും അതിഥിയും അവരുടെ മക്കളാണ് അസുരന്മാരും ദേവന്മാരും. ദിതിയുടെയും അതിഥിയുടെയും ഭർത്താവായ കശ്യപ പ്രജാപതി തന്നെയാണ് അസുരന്മാരുടെയും ദേവന്മാരുടെയും പിതാവ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത് മാതാവിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും മക്കളുടെ സ്വഭാവ രൂപീകരണം എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് ദേവന്മാരുടെ അമ്മയും അസുരന്മാരുടെ അമ്മയും രണ്ട്, എന്നാൽ രണ്ടുപേരുടെയും അച്ഛൻ ഒന്നുമാണ് എന്നാണ് സാരം. കശ്യപ പ്രജാപതിക്കും ദിതിക്കും അതിഥിക്കും ഉണ്ടായതാണ് ദേവന്മാരും അസുരന്മാരും. അതുകൊണ്ട് തന്നെ അവരുടെ കാലദേശങ്ങളും കാരണവും ലക്ഷ്യവും കർമ്മവും അഭിലാഷവും എല്ലാം ഒരുപോലെ ആണെങ്കിലും അവരുടെ അനുഭവ ഫലം എന്ന് പറയുന്നത് ദേവന്മാർക്ക് വളരെ പുണ്യഫലവും അസുരന്മാർക്ക് വളരെ പാപഫലവും ലഭിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദേവന്മാർ സദാ ഭഗവാൻ ഹരിയുടെ പാദപങ്കജങ്ങളെ ആശ്രയിക്കുന്നു, എന്നാൽ അസുരന്മാർ ഭഗവാൻ വിഷ്ണുവിനെ ശത്രുവായി കാണുന്നു. ഇത് തന്നെയാണ് അവരുടെ ഫലത്തിലുള്ള വ്യത്യാസത്തിനും കാരണം. അപ്പോൾ മനുഷ്യരിലും ദേവന്മാരുമുണ്ട് അസുരന്മാരുമുണ്ട്. ഏതൊരാളാണോ ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നത് അവർ ദേവന്മാരായും, ഏതൊരാളാണോ ഭഗവാൻ വിഷ്ണുവിനെ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കാതിരിക്കുന്നത് അവർ അസുരന്മാരുമായും ഭവിക്കുന്നു. ദേവന്മാർ എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ ധൂളിയുടെ ആശ്രയത്തിലാണ്. അതിനാൽ അവർക്ക് വളരെ അനായാസം അമൃത് പാനം ചെയ്യുവാൻ കഴിയുകയും അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്തു. അസുരന്മാർ എങ്ങനെ തന്നെ ആയാലും ഭഗവാന്റെ പാതാരബിന്ദങ്ങളുടെ ആശ്രയം തേടുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരാഗ്രഹിച്ച ഫലവും നേടാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഭഗവത്ഗീത 4-ാം അധ്യായം 11 പറഞ്ഞിരിക്കുന്നു, യേ യഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം. അതായത് വിഭിന്നരായ വ്യക്തികൾ തൻ്റെ പാദപങ്കജങ്ങളിൽ ആത്മസമർപ്പണം ചെയ്യുന്നതിനനുസരിച്ച് അവരെ അനുഗ്രഹിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന പരമോന്നതനായ നീതിപാലകനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ. അതുകൊണ്ട് കർമ്മികളും ഭക്തന്മാരും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ ശക്തിയിൽ ഒരേ ആഗ്രഹത്തോടെ കർമ്മം ചെയ്താലും അവർ നേടുന്ന ഫലങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായി കാണപ്പെടുന്നു. കർമ്മികൾ ജനിമൃതികളുടെ ആവർത്തന ചക്രത്തിൽ ചിലപ്പോൾ മുകളിലേക്കും ചിലപ്പോൾ താഴേക്കുമായി വിഭിന്ന ശരീരങ്ങളിലൂടെ ദേഹാന്തര പ്രാപ്തി നടത്തുകയും അപ്രകാരം കർമ്മചക്രത്തിൽ ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ തങ്ങളുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ കർമ്മികളും ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ്. കർമ്മികളെന്ന് ഉദ്ദേശിക്കുന്നത് വേദങ്ങളുടെ കർമ്മകാണ്ഡം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് കർമ്മികൾ എന്ന് പറയുക.
കർമ്മകാണ്ഡയിൽ വിവരിച്ചിരിക്കുന്നത് 33 കോടി ദേവീ ദേവന്മാരെ എപ്രകാരം പ്രീതിപ്പെടുത്തി അവരിൽ നിന്ന് ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്രകാരം കർമ്മികൾ ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തി അവരിൽ നിന്ന് ഭൗതിക അഭിലാഷങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിമൃതി ചക്രത്തിൽ കർമ്മികൾ പെട്ടുപോകുന്നു. എന്നാൽ ഭക്തന്മാർ എങ്ങനെ തന്നെ ആയാലും ഫലങ്ങൾ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ പരിപൂർണ സമർപ്പിതരായതിനാൽ തങ്ങളുടെ ഉദ്യമങ്ങളിൽ ഒരിക്കലും വിഹ്വലപ്പെടുന്നില്ല. അതായത് ഭക്തന്മാർ എപ്പോഴും മയ്യ അർപ്പിത മനോർബുദ്ധി, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ അവരുടെ റിസൾട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നതായതിനാൽ അവർക്ക് ഫലപ്രാപ്തി നേടേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഭക്തന്മാർ ഏത് വിധേനയായാലും എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും കർമ്മഫലത്തിൻ്റെ അനുഭവസിദ്ധി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജന്മത്തിന് ശേഷം വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും വേണ്ടി വരുന്നില്ല. പകരം അവര് ജനിമൃതികളില്ലാത്ത വൈകുണ്ഠ ലോക പ്രാപ്തി നേടുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലെത്തുന്നു. അതാണ് ഭക്തന്മാരുടെ ശ്രേഷ്ഠതയും. അപ്പോൾ ബാഹ്യമായി മിക്കവാറും ഭക്തന്മാർ കർമ്മികളെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവർ സ്വഗേഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും എല്ലാ സംരംഭങ്ങളിലും വിജയിക്കുകയും ചെയ്യുന്നു. ഭക്തന്മാർ തീർച്ചയായിട്ടും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാൽ കർമ്മികളെ പോലെയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഭൗതികമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാകയാൽ മരണത്തിന് ശേഷം അവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നില്ല. അവർ ഭഗവത് ധാമം പോകും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അസുരന്മാർക്ക് അഥവാ നിരീശ്വരവാദികൾക്ക് അവരുടെ സ്വന്തം പരിശ്രമങ്ങളിലാണ് വിശ്വാസം. പക്ഷേ പകല് പോലെ കഠിനാധ്വാനം ചെയ്താലും തങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതിലേറെ ഒന്നും തന്നെ നേടാൻ അവർക്ക് ആകുന്നുമില്ല. ഭക്തന്മാർ എങ്ങനെ തന്നെ ആയാലും കർമ്മങ്ങളുടെ പ്രതികർമ്മങ്ങളെ മറികടക്കുകയും അധ്വാനം കൂടാതെ പോലും അത്ഭുതകരങ്ങളായ ഫലങ്ങൾ നേടുകയും ചെയ്യുന്നു. ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു, ഫലേന പരിചീയതേ, അതായത് ഒരുവന്റെ ഏത് പ്രവൃത്തിയുടെയും ജയപരാജയങ്ങൾ അതിൻ്റെ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഭക്തന്മാരുടെ വേഷം കെട്ടുന്ന ധാരാളം കർമ്മികളുണ്ട്. പക്ഷേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അവരുടെ ലക്ഷ്യം തിരിച്ചറിയാൻ സാധിക്കും. കർമ്മികൾ ഭഗവാന്റെ സമ്പത്ത് അവരുടെ സ്വാർത്ഥപരമായ ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു ഭക്തൻ ഭഗവാന്റെ സ്വത്തുക്കൾ ഭഗവാന്റെ സേവനത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ പ്രയത്നിക്കുന്നു. അതിനാൽ ഒരു ഭക്തൻ എല്ലായ്പ്പോഴും കർമ്മികളിൽ നിന്ന് വ്യത്യസ്തനായി തന്നെ ഇരിക്കുന്നു. കർമ്മികൾ ഭക്തന്മാരുടെ വേഷം അണിഞ്ഞു നടക്കുമെങ്കിലും ഭഗവത്ഗീതയിൽ 3-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന, അതായത് വിഷ്ണു ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തനാണ്. അവൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം സ്വഗേഹത്തിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി പോവുക തന്നെ ചെയ്യുന്നു. ഒരു കർമ്മി എങ്ങനെ തന്നെ ആയാലും ബാഹ്യമായി ഭക്തനെ പോലെ ജോലി ചെയ്യുമെങ്കിൽ പോലും അവന്റെ ഭക്തിരഹിതമായ പ്രവൃത്തികളിൽ അവൻ കുരുക്കിലകപ്പെടുന്നു. അപ്രകാരം ഭൗതിക അസ്തിത്വത്തിന്റെ ക്ലേശങ്ങൾ സഹിക്കേണ്ടിയും വരുന്നു. അപ്രകാരം കർമ്മികളും ഭക്തന്മാരും നേടുന്ന ഫലങ്ങളിൽ നിന്ന് കർമ്മികൾക്കും ജ്ഞാനികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സാന്നിധ്യം ഒരുവന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, കൃഷ്ണഭക്ത നിഷ്കാമ ഏതേ ഏവ ശാന്ത അത ഏവ ശാന്ത ഭക്തി മുക്തി സിദ്ധി കാമി സകലീ അശാന്ത. അതായത് ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കൃഷ്ണഭക്ത നിഷ്കാമ, അതായത് കൃഷ്ണഭക്തന്മാരായിട്ടുള്ളവർ നിഷ്കാമ കർമ്മം ചെയ്യുന്നു. അത ഏവ ശാന്ത, അതുകൊണ്ട് തന്നെ അവർ ശാന്തരായി കാണുന്നു. ഭുക്തി മുക്തി സിദ്ധി കാമി സകലി അശാന്ത, മുക്തി ആയിക്കോട്ടെ സിദ്ധി ആയിക്കോട്ടെ കാമിക കർമ്മങ്ങളായിക്കോട്ടെ ഇതെല്ലാം അശാന്തതയ്ക്കാണ് കാരണം ആവുന്നത്. അപ്പോൾ നിഷ്കാമ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ശാന്തത അനുഭവിക്കാൻ സാധിക്കൂ. എന്നാൽ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളായിക്കോട്ടെ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, സിദ്ധികൾ നേടുന്നതായിക്കോട്ടെ, എല്ലാം മുക്തി നേടാൻ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ,
ഇതെല്ലാം അശാന്തതയിലേക്ക് നയിക്കുന്നു എന്ന് സാരം. അതായത് ഇന്ദ്രിയ സുഖം കാക്ഷിക്കുന്ന കർമ്മികളും പരമോന്നതന്റെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരുന്ന മോക്ഷം കാക്ഷിക്കുന്ന ജ്ഞാനികളും നിഗൂഢ ശക്തിയിലൂടെ ഭൗതിക നേട്ടങ്ങൾ ഇച്ഛിക്കുന്ന യോഗികളും അശാന്തരാണ്. അവർ ആത്യന്തികമായി അവർ വിഹുലരാണ്. പക്ഷേ വ്യക്തിപരമായ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ മഹിമകൾ പ്രചരിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഭക്തൻ കഠിനാധ്വാനം കൂടാതെ തന്നെ ഭക്തിയോഗത്തിന്റെ എല്ലാ മംഗളഫലങ്ങളാലും അനുഗ്രഹിക്കപ്പെടുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ശ്ലോകം 29 നോക്കാം. കർമ്മ മനോവചോഭിർ ദേഹാത്മജാദിഷു നൃഭിസ്തദസ്പൃഥക്ത്വാത് തൈരേവ സദ്ഭവതി യത്ക്രിയതേ പൃഥക്ത്വാത് സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യത്. അതായത് മനുഷ്യ സമൂഹത്തിൽ ഒരുവൻ അവന്റെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നാനാവിധ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. പക്ഷേ അവയെ എല്ലാം നിർവഹിക്കുന്നത് അവനവന്റെയോ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെയോ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയാണ്. ഈ പ്രവൃത്തികളെല്ലാം ഭക്തിയുത സേവനത്തിൽ നിന്ന് വേറിട്ടതാകയാൽ വിഘ്നങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ അതേ പ്രവൃത്തികൾ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യപ്പെടുമ്പോൾ ഏവർക്കും പ്രയോജനകരമായ ഫലങ്ങൾ വിതരണം ചെയ്യപ്പെടും. ഒരു വൃക്ഷത്തിന്റെ വേരിൽ പകരുന്ന ജലം വൃക്ഷത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നത് പോലെ. അപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കുന്ന എല്ലാ സേവനങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുന്നു എന്ന് സാരം. അങ്ങനെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ഭക്തന് ഒരിക്കലും അവന്റെ കർമ്മഫലങ്ങളിൽ ബന്ധനസ്ഥനാകേണ്ട വരുന്നില്ല. അപ്രകാരം ഒരു ഭക്തന് തീർച്ചയായിട്ടും കർമ്മമുക്തനായി ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരാൾ എത്ര അഹോരാത്രം കഠിനാധ്വാനം ചെയ്താലും അവന് പരിപൂർണ സംതൃപ്തിയും ലഭിക്കില്ല എന്ന് മാത്രമല്ല, അവൻ കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഈ ഭൗതിക ലോകത്ത് തന്നെ അശാന്തരായി കഴിയേണ്ടിയും വരുന്നു. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഭൗതിക രീതിയിലുള്ള പ്രവൃത്തികളും കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം ആണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ സജീവമാണ്. ഇതിൽ കർമ്മികളും ജ്ഞാനികളും യോഗികളും ഭക്തരും ഉൾപ്പെടുന്നു. ഇവരിൽ ഭക്തരുടേത് ഒഴിച്ച് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് കലാശിക്കുന്നത്. സമയത്തിൻ്റെയും ഊർജത്തിൻ്റെയും പാഴാക്കലായി അവ മാറുന്നു. മോഘാശ മോഘ കർമ്മണാഖോ മോഘ ജ്ഞാന വിചേതസ. അതായത് ഒരുവൻ ഒരു ഭക്തനല്ലാത്ത പക്ഷം അവൻ്റെ പ്രതീക്ഷകളും പ്രവർത്തനങ്ങളും അറിവുകളുമെല്ലാം മുറിവേൽക്കുന്നു, അല്ലെങ്കിൽ വിഘ്നപ്പെടുന്നു, തടസ്സപ്പെടുന്നു. ഒരു അഭക്തൻ അവൻ്റെ സ്വന്തം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ഇന്ദ്രിയ പ്രീണനത്തിനു വേണ്ടി സമൂഹത്തിനും സമുദായത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് വേറിട്ടതാകയാൽ അവയെല്ലാം അസത്ത് ആയി പരിഗണിക്കപ്പെടുന്നു. അസത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം മോശമായതും താൽക്കാലികമായതും എന്നാണ്. സത്ത് എന്നാൽ സ്ഥിരമായതും ശ്രേഷ്ഠമായതും എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ സ്ഥിരവും ശ്രേഷ്ഠവുമാണ്. പക്ഷേ അസത് കർമ്മങ്ങൾ ചിലപ്പോൾ മനുഷ്യ സ്നേഹപരമെന്നും ജീവകാരുണ്യപരമെന്നും ദേശീയമെന്നും അല്ലെങ്കിൽ ഇസമെന്നും ഒക്കെയുള്ള പേരുകളിൽ ഖ്യാതിയുള്ളവയാണെങ്കിൽ പോലും അവ സ്ഥിരമായ ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കാത്തതിനാൽ മോശം പ്രവൃത്തികളായി കണക്കാക്കാം. കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ പോലും സ്ഥിര സമ്പാദ്യവും സർവശ്രേഷ്ഠവുമാണ്. കാരണം അവ എല്ലാവരുടെയും സുഹൃത്തായ സുഹൃതം സർവഭൂതാന ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് വേണ്ടി, സർവശ്രേഷ്ഠനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആനന്ദം അനുഭവിക്കുവാനും സാധിക്കും. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും ആസ്വാദകനും. അതായത് ഭോക്താരാം യജ്ഞതപസ്സാം സർവലോക മഹേശ്വരം എന്നാണ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം പരമോന്നതനായ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും സ്ഥിരമായി നിൽക്കുന്നു. അത്തരം കർമ്മങ്ങളുടെ ഫലമെന്ന നിലയിൽ അവ അനുഷ്ഠിക്കുന്നവൻ തൽക്ഷണം ഭഗവാനാൽ അംഗീകരിക്കപ്പെടുന്നു.
നാച്ച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമ. ഭഗവത്ഗീത 18-ാം അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകത്തിൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അவ்விധത്തിലുള്ളൊരു ഭക്തൻ പുറമേ ഭൗതിക കർമ്മങ്ങളിൽ മുഴുകുന്നവനായി തോന്നിച്ചേക്കാമെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവനാകയാൽ തക്ഷണം തന്നെ അതീന്ദ്രനായി ഭവിക്കുന്നു. ഒരുവൻ ഭൗതിക കർമ്മം ചെയ്യുന്നത് അവന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ആത്മീയ കർമ്മം അനുഷ്ഠിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഭൗതിക കർമ്മവും ആത്മീയ കർമ്മവും തമ്മിലുള്ള ഏക വ്യത്യാസവും ഇതുതന്നെയാണ്. ആത്മീയ കർമ്മങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമ്പോൾ ഭൗതിക കർമ്മം ആർക്കും തന്നെ പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അനുഷ്ഠിക്കുന്നവനെ കർമ്മ നിയമങ്ങളിൽ ബന്ധിതനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കർമാധിഷ്ഠിതമായിട്ട് റിസൾട്ട് ഓറിയന്റഡ് കർമ്മം ചെയ്യണോ അതോ നിഷ്കാമ കർമ്മം ചെയ്യണോ എന്നതാണ്. ഭഗവാനിൽ മനസ്സും ബുദ്ധി അർപ്പിച്ചുകൊണ്ട് നിഷ്കാമ കർമ്മം ചെയ്യുന്ന ഒരു ഭക്തന് സ്ഥിരമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന വൈകുണ്ഠ ലോകപ്രാപ്തി നേടാം. എന്നാൽ സ്വന്തം ഇന്ദ്രിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരുവൻ എല്ലായ്പ്പോഴും കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് ജനന മൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് ഈ ഭൗതിക ലോകത്ത് തന്നെ ബന്ധനസ്ഥനാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീമദ് ഭാഗവതം 8-ാം സ്കന്ധത്തിലെ ഭഗവാൻ മോഹിനി മൂർത്തിയായി അവതരിക്കുന്നു എന്ന 9-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൽ. ഹരേ കൃഷ്ണ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ.